ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ പാഠഭാഗം സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിൽ നിന്നും എടുത്തതാണ്. നമുക്ക് സാറാ തോമസിനെ ഒന്ന് പരിചയപ്പെടാം. സാറാ തോമസ് ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് സാറാ തോമസ്. 20ഓളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. ജീവിതം എന്ന നദി എന്ന ആദ്യ നോവൽ 34ാം വയസ്സിൽ പുറത്തിറങ്ങി. 1977 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നാർമടിപ്പുടവ എന്ന നോവലിൽ തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം ചിത്രീകരിക്കുന്നു. സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവൽ 1977 PA ബക്കർ മണിമുഴക്കം എന്ന പേരിൽ സിനിമയാക്കി. ഈ സിനിമ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പുരസ്കാരം നേടി. പവിഴമുത്ത്, അർച്ചന, ആ മനുഷ്യൻ നീ തന്നെ, വലക്കാർ മുതലായവ മറ്റ് കൃതികളാണ്. പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് നോക്കാം. ജോസ് ആണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ജോസ് ആദ്യം താമസിച്ചിരുന്നത് കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലായിരുന്നു. അവിടുന്ന് 5 വയസ്സായ സമയത്ത് ജോസിനെയും അതേ പ്രായത്തിലുള്ള മറ്റ് 2-3 കുട്ടികളെയും പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായിട്ടുള്ള ഓർഫനേജിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഈ മാറ്റി താമസിപ്പിച്ച ഓർഫനേജ് എന്ന് പറയുന്നത് വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പല പ്രായത്തിലും പല തരത്തിലുമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇവർ കഴിയുന്നത് എങ്കിലും ഇവർ തമ്മിൽ വ്യക്തിപരമായ അടുപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ കാരണം അവരെന്താണ്, അനാഥാലയത്തിലെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ അവർക്കവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഓർഫനേജിൽ അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അതൊന്നും അവരെ അലട്ടിയിരുന്ന കാര്യങ്ങളായിരുന്നില്ല. മണിമുഴക്കത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതമായിരുന്നു അവരുടേത്. രാവിലെ മണിമുഴക്കം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നു, കൃത്യമായി തയ്യാറാകുന്നു, മണിമുഴക്കം കേൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അതേപോലെ മണിമുഴക്കം കേൾക്കുമ്പോൾ ഭക്ഷണത്തിന് പോകുന്നു. അങ്ങനെയൊക്കെ കൃത്യമായ രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത്. ചെറിയ കുട്ടികൾ സ്കൂളിലേക്കും വലിയ കുട്ടികൾ അവിടെ തന്നെയുള്ള തൊഴിൽ കേന്ദ്രങ്ങളിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾക്കിടയിൽ ജീവിക്കുന്നുവെങ്കിലും ആർക്കും അതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. കാരണം പരാതി പറഞ്ഞാലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജോസിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ജോസിന് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം സഹപാഠികളെല്ലാം അവരവരുടെ വീടുകളിൽ നിന്ന് വരുന്നവരായിരുന്നു. അവർ തങ്ങളുടെ അച്ഛനമ്മമാരെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ ജോസിന് വിഷമം തോന്നുമായിരുന്നു. എന്നാൽ ജോസിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ ആരുമില്ലാത്തവനെന്ന് പറഞ്ഞ് കുട്ടികൾ അവനെ പരിഹസിക്കുമ്പോഴായിരുന്നു. ഈ വിഷമങ്ങളെല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് അനാഥാലയത്തിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഫാദർ ഫ്രാൻസിസ് അവന്റെ അടുക്കലേക്ക് വരുന്നു. അവനോട് എന്താണ് നിന്റെ വിഷമമെന്ന് ചോദിക്കുന്നു. ഒരു കാര്യവും മറച്ചു വെക്കാതെ എല്ലാം എന്നോട് പറയണമെന്നും കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്നും ഫാദർ ഫ്രാൻസിസ് പറയുന്നു. എന്നാൽ എങ്ങനെയാണ് തന്റെ പ്രശ്നങ്ങൾ ഫാദറിനോട് പറയേണ്ടത് എന്ന് ജോസിന് മനസ്സിലാവുന്നില്ല. എങ്കിലും എന്തായിരിക്കാം പ്രശ്നമെന്ന് ഫാദർ ഊഹിച്ച് മനസ്സിലാക്കുന്നു. ആരുമില്ല എന്ന് കരുതി ഒരിക്കലും വേദനിക്കരുത് എന്ന് ഫാദർ ജോസിനോട് പറയുന്നു. അതിനുശേഷം ക്രൂശിതനായ കർത്താവിന്റെ രൂപം കാണിച്ചു കൊടുത്ത് അവനിൽ അഭയം പ്രാപിക്കാനും എപ്പോഴും പ്രാർത്ഥിക്കാനും നിന്റെ ദുഃഖങ്ങളെല്ലാം ദൈവവുമായി പങ്കുവെക്കാനും ഫാദർ പറയുന്നു. അതുമുതൽ എന്തു ചെയ്യുന്നു, ജോസ് പ്രാർത്ഥിക്കാനും തൻ്റെ ദുഃഖങ്ങളെല്ലാം ദൈവത്തോട് പങ്കുവെക്കാനും തുടങ്ങുന്നു. ജോസിനാകെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരയണമേ എന്ന് മാത്രമാണ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അവൻ്റെ റിസൾട്ട് വരുന്ന ദിവസവും എനിക്ക് ക്ലാസ് കിട്ടണേ എന്ന് അവൻ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. റിസൾട്ട് വരുന്ന ദിവസം അതിരാവിലെ മണിമുഴക്കത്തോടൊപ്പം തന്നെ അവൻ എഴുന്നേൽക്കുന്നു. അരികിൽ കിടന്നുറങ്ങുന്ന തൻ്റെ സുഹൃത്തായ പീറ്ററിനെ പോലും വിളിക്കാൻ മെനക്കെടാതെ അവൻ വേഗം തന്നെ തയ്യാറായി പ്രാർത്ഥനയ്ക്കായി ചാപ്പലിലേക്ക് പോകുന്നു. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അവൻ ഫാദർ ഫ്രാൻസിസിനെ കാണുന്നു. ഫാദർ ഫ്രാൻസിസ് കീശയിൽ നിന്ന് പത്രമെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ ജോസിൻ്റെ നമ്പറിന് നേരെ നക്ഷത്ര അടയാളമുണ്ട്. ഇതിൻ്റെ അർത്ഥം ജോസിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നാണ്. ജോസിന് വളരെയധികം സന്തോഷം തോന്നുന്നു. തൻ്റെ തുടർപഠനത്തെ പറ്റി അവൻ്റെ ഉള്ളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഫാദർ ഫ്രാൻസിസിനോട് ചോദിക്കേണ്ടത് എന്നറിയാതെ അവൻ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഫാദർ ഫ്രാൻസിസ് അവനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു.
നിന്റെ മനസ്സിലെ ആശങ്കകൾ എനിക്ക് മനസ്സിലായി എന്നും നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ തുടർന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും ഫാദർ ഫ്രാൻസിസ് ജോസിനോട് പറയുന്നു. അതോടൊപ്പം ഫാദർ ജോസഫും നിന്റെ പഠനകാര്യത്തിൽ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യവും ജോസിനെ അറിയിക്കുന്നു. ഇത് കേട്ട് സന്തോഷത്തിന്റെ കണ്ണുനീർ ജോസിന്റെ കണ്ണുകളിൽ നിന്ന് വരുന്നു. മാത്രവുമല്ല ഫാദർ പറയുന്നു, നിന്നെ പഠിപ്പിക്കാൻ വിട്ടാൽ ഉറപ്പായും നീ നന്നായി പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. ദൈവവേലയ്ക്ക് വേണ്ടി വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് വന്നവനാണ് താനെങ്കിലും ഇവിടെയുള്ള എല്ലാ കുട്ടികളും തനിക്ക് ഒരുപോലെയാണെങ്കിലും നിന്നോട് മാത്രം എനിക്ക് സ്വന്തം മകനോടെന്നതുപോലെയുള്ളൊരു വാത്സല്യമുണ്ടെന്നും ഫാദർ ഫ്രാൻസിസ് പറയുന്നു. അവരുടെ ഓർഫനേജിനരികിൽ കോളേജുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയിലെ കോളേജിൽ പോയി പഠിക്കാമെന്നും അവിടെ ഹോസ്റ്റലിൽ നിൽക്കാമെന്നും ജോസിനോട് പറയുന്നു. ഇത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി ജോസി സന്തോഷം തൻ്റെ കൂട്ടുകാരനായ പീറ്ററുമായി പങ്കുവയ്ക്കാമെന്ന് കരുതി പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പീറ്ററിനെ കാണുന്നുണ്ട്. ഈ വിവരങ്ങൾ പീറ്ററിനെ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അതിനു മുന്നേ പീറ്റർ പറയുകയാണ്, ജോസേട്ടൻ എവിടെയായിരുന്നു എന്നും നമുക്ക് വേഗം തന്നെ പോയി റിസൾട്ട് നോക്കാമെന്നും പറയുന്നു. അപ്പോൾ ജോസ് റിസൾട്ട് നോക്കിയ കാര്യവും ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പീറ്ററിനോട് പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി പീറ്ററിന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീര് വരുന്നു. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗത്ത് ഉള്ളത്. അനാഥാലയത്തിൽ കഴിയുന്ന ജോസ് മറ്റുള്ളവർ അപമാനിക്കുമ്പോൾ അതിൽ തളർന്നു പോകാതെ ആ അപമാനത്തെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് പഠനത്തിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ഫാദർ ഫ്രാൻസിസും അദ്ദേഹത്താൽ ആവുന്ന വിധം ജോസിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ പീറ്റർ എന്ന സുഹൃത്ത്, ജോസിന് മാർക്ക് കിട്ടിയെന്നറിയുമ്പോൾ പീറ്ററും സന്തോഷം കൊണ്ട് കരയുകയാണ്. തൻ്റെ സുഹൃത്തിനുണ്ടായ വിജയം തനിക്കുണ്ടായ വിജയത്തെ പോലെ കാണാൻ കഴിയുന്ന സുഹൃത്താണ് പീറ്റർ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളുടെ പാഠഭാഗത്തിൽ കടന്നു വരുന്ന ആളുകൾ. ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത്? വ്യക്തമാക്കുക. സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ആനന്ദാശ്രുക്കൾ. ഈ കഥയിലെ ജോസിനോട് ഫാദർ ഫ്രാൻസിസ് പറയുന്നതാണിത്. ആദ്യകാലത്തൊന്നും ജോസിന് തൻ്റെ അനാഥത്വത്തിൽ വേദനയുണ്ടായിരുന്നില്ല. എന്നാൽ സ്കൂളിൽ പോയി തുടങ്ങിയതോടുകൂടി ജോസിന് തൻ്റെ അനാഥത്വത്തിൽ വേദന തോന്നി തുടങ്ങുന്നു. കൂടെ പഠിക്കുന്ന കുട്ടികൾ വീട്ടുകാരെപ്പറ്റി പറയുന്നതും മറ്റും അവനെ വേദനിപ്പിക്കുന്നു. എന്നാൽ ജോസിന് ഏറ്റവും കൂടുതൽ മനപ്പീഡയുണ്ടാക്കുന്നത് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ ആരുമില്ലാത്തവൻ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോഴാണ്. അനാഥാലയത്തിൽ വളരുന്ന ജോസിന് തൻ്റെ വേദനകൾ പങ്കുവയ്ക്കാൻ ആരും തന്നെ ഇല്ല. ജോസിൻ്റെ അവസ്ഥ ഫാദർ ഫ്രാൻസിസിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്റെ വിഷമങ്ങളെപ്പറ്റി എന്നോട് പറയാൻ അദ്ദേഹം ജോസിനോട് പറയുന്നത്. മാത്രവുമല്ല, കൊച്ചു മനസ്സുകൾ വേദനിക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നു. കാരണം വളരെ ചെറിയ കുട്ടിയായ ജോസിന് തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ വേദനകൾ അവനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ കുട്ടികളോടുള്ള സ്നേഹവും കരുതലുമാണ് കാണാൻ കഴിയുന്നത്. അവർ അനാഥ കുട്ടികളാണെങ്കിലും ആരുമില്ലാത്തതിൻ്റെ വേദന അവർക്കുണ്ടാകരുതെന്ന് ഫാദർ ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം, തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്രചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. പരീക്ഷാഫലം അറിയാൻ കാത്തുനിന്ന ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിൽ നിന്നെടുത്തതാണ് പാഠഭാഗം. ഇതിലെ പ്രധാന കഥാപാത്രമാണ് അനാഥാലയത്തിൽ വളരുന്ന ജോസ്. അനാഥനായതിൻ്റെ പേരിൽ സഹപാഠികളിൽ നിന്നും വളരെയധികം അവഗണനകൾ ജോസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വേദനകളെ മറികടക്കാൻ അവൻ മുറുകെ പിടിച്ചത് ദൈവത്തെയും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ്. ആ പ്രാർത്ഥനയിലെല്ലാം ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം അവന് പഠിച്ച് വലിയൊരാളാകണം എന്നതാണ്. അവൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വരാൻ നേരത്തും തനിക്ക് ക്ലാസ് ഉണ്ടാകണമെന്നാണ് അവൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. അതിനാൽ തന്നെ പരീക്ഷാഫലം അറിയാൻ അവന് വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു. അനാഥാലയത്തിലെ എല്ലാ കുട്ടികളും പ്രാഥമിക പഠനത്തിന് ശേഷം അവിടെ തന്നെയുള്ള തൊഴിൽശാലകളിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ തനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുമോ എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നില്ല. എങ്കിലും നല്ല മാർക്കോടുകൂടി പാസ്സായാൽ തന്നെ വീണ്ടും പഠിക്കാൻ വിടും എന്നൊരു പ്രത്യാശ ജോസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് എങ്ങനെ അവിടെ അവതരിപ്പിക്കണമെന്നും അവനറിയില്ലായിരുന്നു. താൻ ഇത്രയും നാളും കാത്തിരുന്നതിൻ്റെ ഫലം എന്താകുമെന്നുള്ള പരിഭ്രാന്തിയും റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ജോസിനുണ്ടായിരുന്നു. ജോസിൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നം അവന് ലഭിച്ച ഫസ്റ്റ് ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നു. ഇനി തൻ്റെ തുടർപഠനത്തിൻ്റെ ചിലവുകൾ ആര് വഹിക്കുമെന്നും ഇനി തന്നെ പഠിക്കാൻ വിടുമോ എന്നും അറിയാതിരുന്ന ജോസിന് സമാധാനം നൽകുന്ന വാർത്തയാണ് ഫാദർ ഫ്രാൻസിസ് പങ്കുവച്ചത്. അതോടുകൂടി ജോസിൻ്റെ വിഷമങ്ങളും പേടിയും എല്ലാം മാറുകയും സന്തോഷവും പ്രത്യാശയും അവൻ്റെ മനസ്സിൽ നിറയുകയും ചെയ്തു.
അടുത്ത ചോദ്യം. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ. ഫാദർ ഫ്രാൻസിസ്, ജോസ് എന്നിവർ അവരവരുടെ കടമകൾ നിറവേറ്റിയതിന്റെ ഫലമാണല്ലോ ഈ ആനന്ദാശ്രുക്കൾ. പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. ബഹുമാനപ്പെട്ട എച്ച്.എം, അധ്യാപകർ, അനധ്യാപകർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ അവന് വിദ്യാഭ്യാസം ആവശ്യമാണ്. ഏത് മേഖലയിലാണ് ഒരാൾ ശോഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ മേഖലയെപ്പറ്റി ആഴത്തിലുള്ള പഠനം അത്യാവശ്യമാണ്. മികച്ച ജീവിതം രൂപപ്പെടുത്താനുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന വാക്യം നാം എപ്പോഴും ഓർക്കണം. വിദ്യയിലൂടെ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. പ്രശസ്ത എഴുത്തുകാരിയായ സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിൽ ജോസ് എന്നൊരു കഥാപാത്രമുണ്ട്. ജനിച്ചപ്പോൾ മുതൽ അനാഥാലയത്തിൽ കഴിയുന്ന ജോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠിച്ച് ഉയരങ്ങളിലെത്തണം എന്നുള്ളതായിരുന്നു. എല്ലാവരിൽ നിന്നും അവഗണനകൾ നേരിട്ട ജോസിന് തന്റെ വിദ്യാഭ്യാസത്തിലൂടെ ആദരവ് പിടിച്ചുപറ്റാൻ കഴിയുന്നുണ്ട്. ജോസിനെ പോലെ ദൃഢനിശ്ചയവും കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ നമുക്കും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇതുതന്നെയാണ്. നമുക്ക് ഒരു സ്വപ്നമുണ്ടായിരിക്കണം. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും വേണം. ആ സ്വപ്നത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ നമുക്ക് അധ്യാപകരും രക്ഷകർത്താക്കളുമുണ്ട്. വിദ്യാഭ്യാസം ജീവിത പുരോഗതിയിലേക്കുള്ള വാതിലാണ്. അതിനാൽ എല്ലാവരും സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും വേണം. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾക്ക് കയ്പും ഫലങ്ങൾക്ക് മധുരവുമാണ് എന്ന മഹാനായ ചിന്തകനായ അരിസ്റ്റോട്ടിൽ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ചോദ്യം. മ്ലാനത മൂടിക്കെട്ടിയ മുഖം, സന്തോഷം പതഞ്ഞു പൊങ്ങി. ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം മിഴിവ് നൽകുന്നു? സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനം ചെയ്യുക. നോവലിന്റെ ഭാഷയും ശൈലിയും മറ്റ് സവിശേഷ പ്രയോഗങ്ങളും നോവലിന് ആസ്വാദ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളാണ്. കഥ, നോവൽ തുടങ്ങിയ സാഹിത്യരൂപങ്ങൾക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ട്. ഉപന്യാസം, ലേഖനം എന്നീ സാഹിത്യരൂപങ്ങളുടെ ഭാഷയല്ല അത്. ആലങ്കാരിക പ്രയോഗങ്ങൾ, കാവ്യാത്മക പ്രയോഗങ്ങൾ എന്നിവയൊക്കെ കഥാസാഹിത്യത്തിൽ കാണാം. മ്ലാനത മൂടിക്കെട്ടിയ മുഖം, സന്തോഷം പതഞ്ഞു പൊങ്ങി മുതലായ പ്രയോഗങ്ങൾ ഇക്കൂട്ടത്തിൽ പെടുന്നു. മറ്റു ചില പ്രയോഗങ്ങൾ നോക്കാം. മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതരീതി, നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടുക, ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ, മ്ലാനത മൂടിക്കെട്ടിയ മുഖം, ദുഃഖങ്ങൾ നിരത്തിവെച്ച് മുതലായ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് വേണ്ടത്ര മിഴിവ് നൽകുന്നുണ്ട്. എങ്ങും നിലയില്ലാത്ത ജോസിന്റെ ജീവിതം ധ്വനിപ്പിക്കാൻ ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ എന്ന പ്രയോഗം ഏറെ പ്രയോജനകരമാണ്. ആസ്വാതന്ത്ര്യത്തിന്റെ കാഠിന്യം വ്യക്തമാക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടുക എന്ന പ്രയോഗവും ഏറെ ഉപകരിക്കും. അടുത്ത ചോദ്യം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. സദാചാരം, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിതപാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത്? വിശദമാക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ സദാചാരം എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു തത്വമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടി ഒരാൾ ചെയ്തു തരുന്ന നല്ല കാര്യം മറക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. എന്നാൽ നമ്മളോട് ആരെങ്കിലും ദോഷം ചെയ്താൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ ഉടനെ തന്നെ മറന്നു കളയുകയും വേണം. ഇതിലൂടെ എല്ലാവരോടും സ്നേഹമായിരിക്കണമെന്നും ആരോടും വിദ്വേഷം പുലർത്തരുതെന്നുമാണ് ഗുരു പറയുന്നത്. ഗുരുവിന്റെ ഈ ദർശനം നോവലിന്റെ പല ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. ജോസ് തന്നെ വേദനിപ്പിക്കുന്നവരെ പറ്റി മറന്ന് തന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ജോസിന് വേണമെങ്കിൽ തന്നെ കളിയാക്കിയവരോട് വഴക്കുണ്ടാക്കി പ്രതികാരം ചെയ്യാമായിരുന്നു. എന്നാൽ അവൻ തന്റെ വേദനകൾ മറച്ചു പിടിക്കുകയും പകരം പഠനത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അവന്റെ ആഗ്രഹം അവന് ഗുണം മാത്രമാണ് ഉണ്ടാക്കുന്നത്. അവന്റെ ആഗ്രഹം പോലെ പഠിച്ചു ജയിക്കാനും തുടർന്ന് പഠിക്കാനും അവന് കഴിയുന്നുമുണ്ട്. ആരോടും വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് നമുക്കോ അവർക്കോ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ എല്ലാത്തിനെയും നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് ജീവിതത്തിൽ ഗുണങ്ങൾ ഉണ്ടാകും. അടുത്ത ചോദ്യം. പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമാകുന്നതാണല്ലോ. ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക. മിന്നും വിജയം.
പത്തനംതിട്ട. ഇത്തവണത്തെ SSLC 1-ാം ക്ലാസ്സുകാരൻ്റെ വിജയത്തിന് മധുരമൽപ്പം കൂടുതലാണ്. പത്തനംതിട്ട ജില്ലയിലെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ ജോസ് എന്ന കൊച്ചുമിടുക്കനാണ് ഇത്തവണത്തെ ഫസ്റ്റ് ക്ലാസ് ജേതാവ്. ബാല്യം മുതൽ തന്നെ അനാഥാലയത്തിൽ കഴിയുന്ന ജോസ് പഠനകാര്യങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. അനാഥാലയത്തിലെ മറ്റ് അന്തേവാസികളുടെയും ഫാദർ ഫ്രാൻസിസിൻ്റെയും പിന്തുണ ജോസിന് ഉണ്ടായിരുന്നു. ജോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പഠനത്തിലൂടെ ഉയരത്തിൽ എത്തിച്ചേരണമെന്നുള്ളതാണ്. ജോസിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ അടുത്ത പടിയായി ചങ്ങനാശ്ശേരി കോളേജിൽ പഠനം തുടരാൻ പോവുകയാണ്. ഇതിന് ജോസിന് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ ഫാദർ ഫ്രാൻസിസും ഫാദർ ജോസഫും ഒപ്പം തന്നെയുണ്ട്. ജോസ് എന്ന കൊച്ചുമിടുക്കൻ എല്ലാവർക്കും മികച്ച മാതൃകയാണ്. ഇതോടുകൂടി നമ്മളുടെ ഈ പാഠം തീർന്നിരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.